ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബാക്കി എടുക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കുന്ന മുമ്പേ ഇത് പോയി 3 മിനിറ്റ് ആയിരുന്നു വെച്ചത്. അതിപ്പോൾ പോയി. അതുകൊണ്ട് ഞങ്ങൾ പാർട്ട് 2 ആക്കി എടുത്തു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മറ്റേ കടൽ ക്ലൗഡിനകത്ത് കണ്ടിട്ടില്ലേ കുറേ ബോർഡില്ലേ, ഒരു ബോർഡില്ലേ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കടൽ ക്ലൗഡിലെ ഇഷ്ടമുള്ള ആൾക്കാരിലൊക്കെ ഉണ്ട് ഒരു ബോർഡുണ്ട്. അതുപോലത്തെ സാധനമാണ്. നിങ്ങൾക്ക് തടി കൊടുക്കണേ കുറയ്ക്കാം, ചെറുതും ആക്കാൻ വേണം. നമുക്ക് വരയ്ക്കാം. നമ്മൾ ഈ പെൻസിലിൻ്റെ ഷെയ്ഡ് അകത്തൊന്ന് കാണല്ലേ, കാണാതിരിക്കാൻ വേണ്ടിയാണ് ലൈറ്റായിട്ട് വരയ്ക്കുന്നത്. നമുക്ക് നേരെ ഡിസൈനിലോട്ട് പോകാം. അതായത് ഒരു കവായ് സ്റ്റിക്കർ നമുക്ക് എടുക്കണം. ഇതാണ് ഓക്കെ. നടക്കുന്നത് ഒരു കുഞ്ഞ് ഫ്ലവർ പോലത്തെ ഇടണമാണ്. ഇതിനകത്തും നടക്കുന്നത് ഏതാണ്? നമുക്ക് ആ പെണ്ണിൻ്റെ താഴെ എടുക്കാം. ഞാൻ നിനക്ക് പണിയും കൂടെ ഒരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഹെഡിൻ്റെ ഇവിടെ ഇത് വെക്കായിരുന്നുണ്ടായിരുന്നു. നമുക്ക് വെക്കാൻ സീസർ അതിളക്കി എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഈ ഡ്രസ്സ് പോലെ നമുക്ക് വേറെ ഡ്രസ്സ് കൊടുക്കാം. ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നല്ല രസമുള്ളതാണ്. ഇനി നമ്മൾ ഇത് സെപ്പറേറ്റ് ആണ് കിട്ടിയത്. ഇനി നമുക്കിതൊരു ഉടുപ്പാക്കി എടുക്കണം. കാരണം ക്യൂട്ട് ഗേളെ പോലെ അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തൊന്ന് ഷൂ എടുക്കണം. എന്നിട്ട് ഇങ്ങോട്ട് വരച്ചിട്ട് എടുത്തിട്ട് ഇപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ചിലപ്പോൾ കീറി പോകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മൾ ഒട്ടിക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഒട്ടിക്കാം. ഇച്ചിരി പുറത്ത് പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ കൊള്ളാമെങ്കിൽ പറയണം. ഞാൻ എടുപ്പിച്ച ഡ്രസ്സൊക്കെ പക്ഷേ ഞാൻ കാണട്ടെ, ഇതൊരു ഫ്രോക്കാണ് ഞാൻ എൻ്റെ മണ്ടയ്ക്കൂടെ. ഇപ്പോൾ ഗായ്സ് നമ്മളിത് ഫുൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നേരെ ഒന്നും കൂടി ഫുൾ ഫില്ല് ചെയ്ത് ഒരു നല്ല ഡിസൈനായിട്ട് കാണിക്കാം. ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കവായ് സ്റ്റിക്കറിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനം വെച്ച് ഇങ്ങനെ ഇളക്കി എടുക്കത്തില്ലേ, അതാരാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് കുഞ്ഞ് പെൻസിലും ഒരു സ്റ്റിക്കിനായിട്ടുള്ള ഒരു ചതുരത്തിൽ ഇരിക്കുന്ന ഒരു